ഒരു രസമാണ് കേട്ടോ വെക്കാൻ പോണത്. അപ്പം നമുക്ക് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഒരു തക്കാളി ഉണ്ട്, അതും കൂടെ വേവിച്ചെടുക്കാം. ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പരിപ്പൊന്ന് വേവട്ടെ കേട്ടോ. പരിപ്പ് പെട്ടെന്ന് വേവണതല്ല, ഒരുപാട് സമയം വേണം. നമ്മുടെ പരിപ്പ് വെന്തണം കേട്ടോ. പരിപ്പ് നമുക്കൊന്ന് ഉടയ്ക്കണം. ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിടണം. കടുകിട്ട് കൊടുക്കാം. നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി പുളി പിഴിയണം. പിന്നെ പുളി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതാണ്, പിന്നെ കുരുമുളകും ചതച്ചെണ്ണം ഇതിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇടുന്നേക്കാളും നല്ലത് മല്ലി ചതച്ചിട്ട് ഇടുന്നതാണ്. അതില്ല, അതുകൊണ്ടാണ് പൊടി ഇട്ടുന്നത്. ഇനി നമുക്ക് ഈ പരിപ്പും തക്കാളിയും കൂടി വേവിച്ച് വെച്ചതാണ് ഇത് ഒഴിച്ച് കൊടുക്കുക. പുളി തിളയ്ക്കുന്നുണ്ട്, നല്ലതുപോലെ തിളയ്ക്കണം. നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. കായം ഉണ്ടായിരുന്നെങ്കിൽ കായം ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രസം ആയെണ്ണു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിരുന്നു വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.